ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിരുന്നുശാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ലഡു ആണ് കേട്ടോ. കടലമാവില്ലാതെ അതുപോലെ തന്നെ ഓയിലിൽ ഫ്രൈ ഒന്നും ചെയ്യാതെ ചനാ ഡാൽ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറും ടേസ്റ്റുമുള്ള ഈ സിമ്പിൾ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചനാ ഡാൽ എടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നന്നായിട്ടിത് കുതിർന്ന് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു അരിപ്പയിൽ 15 മിനിറ്റോളം നമ്മൾ വെള്ളം നന്നായിട്ട് ഊർന്നു പോകാനായിട്ട് വെക്കണം. പിന്നീട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാനിതിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞും പോകരുത്, എന്നാൽ വലിയ വലിയ പീസായിട്ട് കിടക്കുകയും ചെയ്യരുത്. ഇതേ രീതിയിൽ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഈ 1 കപ്പ് ചനാ ഡാൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചനാ ഡാൽ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നമ്മൾ നമ്മുടെ ചനാ ഡാൽ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇത് കട്ടയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം കുറേശ്ശെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കണം. അപ്പോൾ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കട്ടകൾ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തടിയുടെ ഒരു തവി കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് പൗഡർ പോലെ ആയിക്കോളും. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെയ്യിൽ കിടന്നിത് ഫ്രൈ ആകുന്നതിൻ്റെ നല്ല ഒരു മണം വരും. ആ ഒരു മണം വരുന്നതാണ് കറക്റ്റ് സമയമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്യണം. ഒരുപാടങ്ങ് പൊടിയാക്കരുത്. ഇതേ രീതിയിൽ ചെറിയ ചെറിയ തരികളോടുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു വെക്കാം. ഇനി ഒരു പാനിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കാഷ്യൂസും റേസൻസും ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ കാഷ്യൂസും റേസൻസും ഡയറക്റ്റ് ചേർക്കുകയാണ്, നെയ്യിൽ ഫ്രൈ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ ഞാൻ 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. കണ്ട, പഞ്ചസാര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ നല്ല യെല്ലോ കളറാണ് നമ്മുടെ ചനാ ഡാലിന്. ഇത് കണ്ടോ, പഞ്ചസാര നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചനാ ഡാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ഇതിലോട്ട് കാഷ്യൂസും റേസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കണ്ടിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇനി ചൂടോടെ നമ്മൾ ഈ പാനിൽ തന്നെ വെക്കരുത്, ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒരു ഇളം ചൂടോടുകൂടി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ സാധാരണ ലഡു ഷേപ്പ് ആക്കുന്നത് പോലെ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഇത് നമുക്ക് ബോളാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കടലമാവൊന്നും ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഓയിലിൽ നമുക്ക് കടലമാവ് കലക്കി ഫ്രൈ ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ജ്യൂസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.